ഹലോ ഗായ്സ്, അപ്പം നമ്മളിപ്പോൾ വയനാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ രാവിലെ എണീച്ച പാടനെ കുളിച്ച് മാറ്റി അങ്ങനെ തന്നെ വന്നാണ്. മുഖം കാണുമ്പോൾ തന്നെ ഉറങ്ങി എണീച്ച പോലെ ഉണ്ട് കേട്ടോ. അപ്പം എൻ്റെ ഓർമ്മയിൽ വെച്ച് ഞാൻ ആദ്യമായിട്ട് കേട്ടോ വയനാട്ടിലേക്ക് പോകുന്നത്. മുന്നേ ചെറുതായപ്പോൾ എന്തോ പോയിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ വയനാട്ടിൽ നമുക്കൊരു കല്യാണം ഉണ്ട് കുടുംബക്കാരെ, അപ്പോൾ അതിന് വേണ്ടിയാണ് കേട്ടോ പോകുന്നത്. ഇപ്പം ബന്ധം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല കേട്ടോ. അടുത്ത ബന്ധമാണ്, പക്ഷെ എനിക്ക് അറിയില്ല, അത് പറയാൻ അറിയില്ല. നമുക്ക് കുടുംബക്കാരെല്ലാത്തിനും പോയെങ്കിലും കറക്റ്റ് ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ചുരം കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല വ്യൂ ആണ് കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്. കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കുന്നത്, അതിന് കുറേ ഓരോന്നൊക്കെ കഴിക്കാനൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വന്ന ബസ് ഇറങ്ങി ഇത് വേറെ ബസ് കയറിയതാട്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ കുറച്ചേ പോകാനുള്ളൂ. അപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്നാട്ടോ കല്യാണം വരുന്നത്. ഇതാട്ടോ ക്രിസ്ത്യൻ പള്ളി. ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ വന്ന പാടനെ ജ്യൂസ് ലൈം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് നേരെ ഇതാ മണ്ഡപത്തിലേക്ക് പോയി. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. നമ്മൾ കല്യാണം കസാര തിരിച്ച് വെച്ച് നമ്മൾ കല്യാണം കാണുക, നേരെ കല്യാണം കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വെച്ച് നമുക്ക് ചോറും കഴിക്കാം കേട്ടോ. അതിൻ്റെ ഇടയിലൂടെ ഞാൻ ഇതങ്ങനെ ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാദ്യം തന്നെ ചെക്കനെയാണ് നമ്മൾ മണ്ഡപത്തിലേക്ക് ഇതാക്കിയത്. അപ്പോൾ ഈ ലൈറ്റൊക്കെ ഈ സംഭവം ഇല്ലേ, എന്താ പറയുക, പൂത്തിരിയോ മത്താപ്പോ അങ്ങനെ പലതും ആയിക്കോട്ടോ പറയാം. പിന്നെ ഇത് പെണ്ണ് വന്ന് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ. കസാര തിരിച്ച് നേരെ ഫുഡ് കഴിക്കായിരുന്നു. അപ്പോൾ പ്രത്യേക ഫുഡ് കേട്ടോ ഇവിടുത്തെ. എനിക്ക് വലിയ ഇഷ്ടമായില്ല കണ്ടോ. ഞാൻ ഈ സാധനം എനിക്ക് അറിയാൻ അങ്ങനെ തന്നെ അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ വെറും ചിക്കൻ പൊരിച്ച കൂട്ടി മാത്രം കേട്ടോ ചോറുന്നത്, സലാഡും കൂട്ടിയിട്ട്. അതെല്ലാം കഴിഞ്ഞത് ഐസ്ക്രീമെല്ലാം കഴിച്ചു. ഇതൊക്കെ കസിൻസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ പോവാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു ഗൈസ്. കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി. ഇനിയിപ്പോൾ ഞാനിതാ നേരെ പോവാം കേട്ടോ. ഇവിടുന്ന് കുറേ മണിക്കൂർ യാത്രയുണ്ട്, കാരണം വയനാടാണല്ലോ ഇത്. അപ്പോൾ ഞങ്ങൾ പോവാം, നല്ല വെയിലുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നില്ല, അപ്പോൾ നമുക്ക് എവിടേക്കെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങളിത് ഇടയ്ക്കലേക്ക് വന്നു കേട്ടോ. ഇടയ്ക്കൽ ഗുഹയിലേക്ക് പക്ഷേങ്കിൽ ഞാൻ പെട്ട്. ഇങ്ങോട്ടേക്ക് എങ്ങനെ ഏടിയാന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങളിവിടെ ഇടയ്ക്കലേക്ക് ബസ് ഇറങ്ങി ഈ റോഡിനാട്ടോ പോകേണ്ടത്. പക്ഷേങ്കിൽ ഇങ്ങോട്ടേക്ക് വണ്ടിയൊന്നും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ കിട്ടി ഗൈസ്. നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ തിരിച്ച് പോകാൻ വിചാരിച്ചേട്ടാ, വെറുതെ ദൂരം വന്നിട്ട്. അപ്പം ഒരു ഓട്ടോ കിട്ടി. വണ്ടി കിട്ടിയാൽ വേഗത്തൊന്നും അവർ പറഞ്ഞു, പക്ഷേ ഓട്ടോ ഇപ്പം കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പം അങ്ങനെ കിട്ടി ഗൈസ്. അപ്പം നമ്മൾ പോവാണ്. അപ്പോൾ ഇടയ്ക്കിലേക്ക് പോകുന്ന ഒരു ഓട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രക്ഷപ്പെട്ടു. അല്ലാണ്ട് ഞങ്ങൾ തിരിച്ച് പോകേണ്ടിനും, കാരണം അത്രയും ദൂരം വന്നിട്ട് ഞങ്ങൾ വീണ്ടും അത്രയും മണിക്കൂർ തിരിച്ച് പോകേണ്ടിനും കേട്ടോ. അങ്ങനെ ഇവിടെ എത്തിയിട്ടോ. കുറേ നടക്കാനുണ്ട് ഗൈസ്. ഞങ്ങൾ കുറേ നടന്ന് വീടുവാണ്. ഇതെവിടെയും കുറേ കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുറേ എന്താ പറയുക, കുറേ കുരങ്ങന്മാർ ഇങ്ങനെ ഷീറ്റിലൊക്കെ ഇങ്ങനെ കുറേ ചെറിയ കുഞ്ഞു കുരങ്ങന്മാരൊക്കെ ഉണ്ട്. ഓരോരോ സാധനമൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. കടയിലത്തെ സാധനമൊക്കെ എടുത്ത് കൊണ്ടുപോവുക. അപ്പം ഇതാ ഞങ്ങളിത് നടക്കുകയാണ്. കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് എന്തിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ അങ്ങനെ പോകണം കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ഒരു കുപ്പി വെള്ളമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അച്ഛൻ മുന്നിലുണ്ട് കേട്ടോ. അതിന് കുറേ ആൾക്കാരുണ്ട്. എത്ര ആൾക്കാരാണ് കയറാൻ വേണ്ടിയിട്ട്, ഇവിടെ വരാൻ വേണ്ടിയിട്ട് തന്നെ. അങ്ങനെ അവസാനം ഒരുപാട് കയറി ഇത് അവിടെ എത്തിയിട്ടോ. കുറേ ആൾക്കാരുണ്ട് ഇവിടെ. ഈ മുഖത്തടിക്കുന്ന വെളിച്ചല്ലേ, ഈ പാറേൻ്റെ അടുത്ത് കൂടെ വരുന്നൊരു ലൈറ്റാട്ടോ, ഒരു പ്രകാശമാണ്. അപ്പോൾ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്രയും ആൾക്കാർ അതിന് നോക്കി നിൽക്കുക കേട്ടോ. ഇതൊരു ഹിസ്റ്റോറിക്കൽ സൈറ്റാണല്ലോ. അപ്പോൾ ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നത്. കുറേ പാറകളിൽ ചിത്രങ്ങളൊക്കെ കുറേ കൊത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാട്ടോ ഇടയ്ക്കൽ ഗുഹ. നമ്മുടെ അടുത്ത് കീഞ്ഞിട്ടാ, കീഞ്ഞ് ഒരു കാൽഭാഗത്ത് മോനു ചരിഞ്ഞ ഞാൻ നേരെ ഇറങ്ങിയ ചരിഞ്ഞിറങ്ങാനാണ് പറയുന്നത്. അങ്ങനെ അവസാനം ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറുമ്പോണ്ടല്ലോ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്താ പറയുക, വയസ്സായ ആൾക്കാരൊക്കെ അത് കാണാൻ വേണ്ടിയിട്ട് കയറാൻ തോന്നുന്നു. കാരണം അത്രയ്ക്കും പോകാനുണ്ട് ഇടയ്ക്കിലേക്ക്. അത്രയ്ക്കും ഓരോ കല്ലിൻ്റെ മുകളിൽ കൂടെ പാറേൻ്റെ മുകളിൽ കൂടെ എന്ന് പറയുന്ന കുറേ കയറ്റം കയറി പോകാനുണ്ട്. പക്ഷേ ആർക്കും ഒരു കുഴപ്പമില്ലാണ്ട് എല്ലാവരും പോകുന്നുണ്ട്. എൻ്റെ അമ്മ ചേച്ചിയൊക്കെ എന്തായാലും ഇവിടെ വന്നില്ല, കുറേ നടന്ന് ഇതും കിട്ടാൻ എത്തുന്നില്ല. അപ്പോൾ എന്തായാലും വന്നല്ലേ എന്ന് വിചാരിച്ച് അവിടെ വരെ കയറിയതാട്ടോ. പിന്നെ മലയാളികളെക്കാട്ട് മറ്റ് ഭാഷയിലുള്ള കുറേ ആൾക്കാരെ കേട്ടോ ഞാൻ ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് അച്ഛനിത് അവിടെ മുന്നേ പോവാണ്. ഇത് ഇറങ്ങാൻ ഭയങ്കര സിമ്പിളാട്ടോ, പക്ഷെ കയറാനാണ് പാട്. അപ്പോൾ നമ്മളിത് ഏകദേശം ഇവിടെ താഴെത്തി. അതായത് ഈ ടിക്കറ്റൊക്കെ കൊടുക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ എത്തി. ഇനി നമുക്ക് താഴോട്ട് ഒരുപാട് ചെയ്യാനുണ്ട്. അവിടെ നിന്ന് ഈ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടോ. അപ്പം ഇനിയിപ്പം പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബസ് കയറി വീട്ടിലേക്ക് പോവാം. പക്ഷേങ്കിൽ എന്താ പറയുക, കുറേ ബസ് കയറാണ്ടോ അറിയില്ല. ഇനിയിപ്പോൾ ഇവിടെ താഴെത്തിയിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബസ് കിട്ടണം തോന്നുന്നു. ടൗണല്ല, അവിടുന്ന് ബസ് കിട്ടിയിട്ട് പത്തേമാരിയോ അങ്ങനെ എന്തോ സ്ഥലത്തിൽ പോയിട്ട് അവിടെ നിന്നാണ് തോന്നുന്നു വീണ്ടും ബസ് കയറേണ്ട കേട്ടോ. KSRTCയിലാണ് കൊണ്ടുവന്നത്. അപ്പോൾ KSRTC
അപ്പോൾ പോകണം. അപ്പോൾ വിശക്കുന്നുണ്ട്. ഇന്ന് ഫുഡൊന്നും പ്രത്യേകിച്ച് ഇഷ്ടമായില്ല. എന്താ പറയുക, അങ്ങനെ കഴിച്ചില്ല കല്യാണപ്പുരത്തെ ഫുഡ്. വണ്ടി അപ്പം നമുക്ക് പോകാം. പ്രത്യേകിച്ച് പിന്നെ വേറെന്താ, ഈ സ്ഥലങ്ങളൊന്നും അറിയാനില്ല കേട്ടോ. പ്രദേശവും അറിയില്ല, സ്ഥലവും അറിയില്ല. അതുകൊണ്ട് എങ്ങനെ എന്താ പോകാമെന്നൊന്നും അറിയില്ല. ചക്ക വറുത്തയാണ് ഗൈസ്. ചക്ക വറുത്തൊക്കെ വാങ്ങി തിന്നോണ്ട് പോവാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ബസ് കയറി. ആദ്യം ഇവിടെ ആയിട്ടിരുന്നത്, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മുന്നിൽ പോയിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ട് വെറും 2 ബസ്സിലായിട്ട് കയറി. പക്ഷേ ഇങ്ങോട്ട് വരുന്നേരം ഞങ്ങൾ ഇടയ്ക്ക് പോയെന്ന് ഒരു ഓട്ടോ വിളിച്ച് ഞങ്ങൾ നേരെ ഒരു സ്റ്റോപ്പിൽ, അതറിയില്ല. പിന്നെ അവിടെ നിന്ന് കോഴിക്കോട് ബസ് കയറിയിട്ട് നേരെ താമരശ്ശേരി ഇറങ്ങി. അവിടെ നിന്ന് ഉള്ളിയേരി ബസ് കയറി ഉള്ളിയേരി ഇറങ്ങി. അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് കൊയിലാണ്ടി എത്തി. അങ്ങനെ കൊയിലാണ്ടിയിൽ നിന്ന് വീണ്ടും ബസ്സിൽ വന്നു കേട്ടോ. അപ്പോൾ ഇത്ര യാത്ര ചെയ്തിട്ടുണ്ട്, നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഒന്നും കഴിച്ചില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിക്കാൻ പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.